നമസ്കാരം. കേരള മനസാക്ഷിയാകെ മരവിപ്പിച്ച നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ നിഷ്ഠൂര കൊലപാതകം സാധാരണ ഒരു ക്രൂരതയല്ല. അതിന് പിന്നിൽ ലവ് ജിഹാദിന്റെ ആസൂത്രിത കെണികളും കടുത്ത ഇസ്ലാമിക ജിഹാദി ചിന്താഗതികളും സ്വന്തം ചോരയെ പൈശാചികതയ്ക്ക് എറിഞ്ഞുകൊടുത്ത ഒരു മാതൃ രാക്ഷസിയുടെ ഭാവഭേദമില്ലാത്ത ക്രൂരതയും ഒത്തുചേർന്നിട്ടുണ്ട്. ചോറ് കൊടുക്കുന്നതിനിടെ കുട്ടി ഛർദ്ദിച്ചു എന്നായിരുന്നു ഇവർ പോലീസിനോട് പറഞ്ഞ ആദ്യ കള്ളം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് വിവരങ്ങളും പുറത്തു വന്നപ്പോൾ പുറം ലോകം കണ്ടത് സമാനതകളില്ലാത്ത പീഡന മുറകളാണ്. ശരീരമാസകലം 51 മുറിവുകൾ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ആ വാടക വീട്ടിൽ അരങ്ങേറിയത്. കുഞ്ഞിന്റെ വയറ്റിലും തുടയിലും കാൽവിരലുകളുടെ അടിഭാഗത്തും സിഗരറ്റ് കനലുകൾ വെച്ച് ക്രൂരമായി പൊള്ളിച്ചിരുന്നു. കാൽപാദങ്ങളിലെ തൊലി മുഴുവൻ പൊള്ളി അടർന്ന നിലയിലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞിന്റെ 2 കൈകളും അഷ്കർ തല്ലി ഒടിച്ചിരുന്നു. സൈക്കിളിൽ നിന്ന് വീണതാണെന്ന് നാട്ടുകാരോട് പറഞ്ഞ് ഇത് ഒളിച്ചു വെക്കാനും ശ്രമിച്ചു. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ ആഴത്തിലുള്ള മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു. ജനനേന്ദ്രിയത്തിന്റെ തൊലി മുറിച്ച നിലയിലുമായിരുന്നു. ഒടുവിൽ ചോറ് കഴിക്കുന്നതിനിടെ കുഞ്ഞു കരഞ്ഞു എന്ന കാരണത്താൽ തല ഭിത്തിയിൽ ശക്തമായി അടിച്ചതായി പ്രതി സമ്മതിച്ചിട്ടുമുണ്ട്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം എന്നാണ് റിപ്പോർട്ട്. ഈ കൊലപാതകത്തെ കുടുംബകലഹമായോ രണ്ടാനച്ഛൻ്റെ മർദ്ദനമായോ കാണാൻ കഴിയില്ല. ഇതിനു പിന്നിൽ വ്യക്തമായ മത തീവ്രവാദ ചിന്താഗതികളും ആസൂത്രിത ലവ് ജിഹാദ് അജണ്ടകളും ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. പ്രതിയായ അഷ്കർ കടുത്ത തീവ്ര ഇസ്ലാമിക ചിന്താഗതി പുലർത്തുന്ന വ്യക്തിയാണ്. ഇയാളുടെ കണ്ണിൽ ഈ ഹിന്ദു കുഞ്ഞ് വെറുമൊരു കാഫിർ മാത്രമായിരുന്നു. മദ്രസകളിൽ നിന്നും തീവ്ര ചിന്താഗതിക്കാരിൽ നിന്നും പഠിച്ചെടുത്ത അന്യമത വിദ്വേഷമാണ് ഒരു 1.5 വയസ്സുകാരനോട് ഇത്രയും വലിയ പൈശാചികത കാണിക്കാൻ ഇയാൾക്ക് പ്രേരണയായത്. കുഞ്ഞിനെ പുഴുത്ത പട്ടിയെ പോലെ മാത്രമേ നോക്കൂ എന്ന് ഇയാൾ പരസ്യമായി പറഞ്ഞിരുന്നതായി മുത്തശ്ശി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്രയും കടുത്ത മതവൈര്യം കാണിക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചത് ഇസ്ലാമിക ജിഹാദിന്റെ വികലമായ ആശയങ്ങളാണ്. 2 വർഷം മുൻപ് അഖില 3 മാസം ഗർഭിണിയായിരിക്കെയാണ് ഭർത്താവ് അഖിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഈ മരണത്തിന് പിന്നാലെ ഒട്ടും വൈകാതെ തന്നെ അഖില ഡ്രൈവറായ അഷ്കറിനൊപ്പം താമസവും തുടങ്ങി. ഭർത്താവിൻ്റെ മരണത്തിന് പിന്നിൽ അഷ്കറിൻ്റെയോ അഖിലയുടെയോ കൃത്യമായ ഇടപെടലുകളോ മാനസിക പീഡനങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. ഹിന്ദുവായ ഭർത്താവിനെ ഇല്ലാതാക്കി കുടുംബം തകർത്ത് അഖിലയെ സ്വന്തമാക്കിയതിന് പിന്നിൽ ലവ് ജിഹാദിന്റെ വ്യക്തമായ നിഴലുകൾ ഉണ്ടെന്ന് സംശയവുമുണ്ട്. ഈ സംഭവത്തിൽ പ്രതി അഷ്കറോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കുറ്റക്കാരിയാണ് അമ്മയെന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്ത അഖില. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഒരു കാട്ടുമൃഗത്തിന് പിച്ചിച്ചീന്താൻ ഇട്ടുകൊടുത്ത ഇവർ ഒരു അമ്മ എന്ന് പറയാൻ പോലും ആകില്ല. അഷ്കർ കുഞ്ഞിനെ മാരകമായി മർദ്ദിച്ചിരുന്നത് അഖിലയുടെ സാന്നിധ്യത്തിലായിരുന്നു. സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുമ്പോഴും കൈകൾ തല്ലിയൊടിക്കുമ്പോഴും ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുമ്പോഴും ഈ സ്ത്രീ യാതൊരു ഭാവഭേദവുമില്ലാതെ അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഒരു ഇത്തിരിയെങ്കിലും മാതൃസ്നേഹമോ മനസാക്ഷിയോ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇവർക്ക് കഴിയുമായിരുന്നു. എന്നാൽ കാമഭ്രാന്തിനും പങ്കാളിയുടെ ജിഹാദി ചിന്തകൾക്കും മുന്നിൽ സ്വന്തം കുഞ്ഞിന്റെ ജീവനാണ് ഇവർ പണയം വെച്ചത്. കുഞ്ഞിന്റെ പിതാവിന്റെ കുടുംബം അവനെ ഏറ്റെടുത്ത് വളർത്താൻ സർവ്വ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടും കുഞ്ഞിന്റെ ജനന വിവരങ്ങൾ പോലും അവരിൽ നിന്ന് മറച്ചുവെക്കുകയാണ് അഖില ചെയ്തത്. പ്രതിയായ അഷ്കർ മുൻപും സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ച ചരിത്രമുള്ളയാളാണ്. ഇയാളുടെ ആദ്യ ഭാര്യയായ ആമിനെ ക്രൂരമായി മർദ്ദിച്ച് ശാരീരികമായി തളർത്തി കട്ടിലിലാക്കിയവനാണ് ഇയാൾ. ഇയാൾക്കെതിരെ നിയമം പോലീസിൽ 6 തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ അനുകൂലമായ നടപടികളും പോലീസ് സ്വീകരിച്ചില്ലെന്ന് ആമിനിയുടെ മാതാവ് സാക്ഷ്യപ്പെടുത്തുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കടുത്ത വീഴ്ചയാണ് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ കൂടി എടുക്കാൻ ഇയാൾക്ക് ധൈര്യം നൽകിയത്. ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പോലും യാതൊരു ഭാവഭേദവുമില്ലാതെ ക്രൂരമായ മനോഭാവത്തോടെയാണ് അഷ്കർ പെരുമാറിയത്. നാട്ടുകാർ പോലീസിന്റെ മുൻപിൽ വെച്ച് ഇയാളെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് ജനങ്ങളുടെ കടുത്ത അമർഷത്തിന്റെ തെളിവാണ്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം അതിവേഗം പടരുന്ന മത തീവ്രവാദ ചിന്താഗതികളും ലവ് ജിഹാദ് പോലുള്ള ആസൂത്രിത കെണികളുമാണ്. നെടുമങ്ങാട് നടന്ന ഈ ദാരുണമായ സംഭവം സാധാരണ കുടുംബത്തിൽ നടക്കുന്ന പീഡനമല്ല, ഹൈന്ദവ കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് നടക്കുന്ന സാംസ്കാരികവും മതപരവുമായ അധിനിവേശത്തിന്റെ നേർചിത്രമാണ്. സ്വന്തം ഭർത്താവ് ജീവനൊടുക്കി 2 വർഷം തികയുന്നതിന് മുൻപ് ചോരക്കുഞ്ഞുമായി ഒരു ജിഹാദി ചിന്താഗതിക്കാരന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ അഖില എന്ന സ്ത്രീയെ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ വികലമായ സാമൂഹിക പശ്ചാത്തലമാണ്. മതം തലയ്ക്ക് പിടിച്ച ഒരു തീവ്രവാദിക്ക് സ്വന്തം ചോരയെ പിച്ചിച്ചീന്താൻ ഇട്ടുകൊടുത്ത ഈ മാതൃരാക്ഷസിയുടെ പ്രവൃത്തിക്ക് യാതൊരുവിധ ന്യായീകരണം അർഹിക്കുന്നില്ല. പ്രതിയായ അഷ്കർ
മുൻപ് സ്വന്തം ഭാര്യയായ ആമിനെ ക്രൂരമായി മർദ്ദിച്ച് ശരീരം തളർത്തിയപ്പോൾ നിയമം പോലീസിൽ 6 തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ പരാജയത്തെയാണ് കാണിക്കുന്നത്. തീവ്രവാദ ചിന്താഗതിക്കാർക്ക് മുന്നിൽ നട്ടെല്ല് വളയ്ക്കുന്ന പോലീസ് നയമാണ് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിന് വഴിതെളിച്ചത്. സ്വന്തം മതത്തിലെ പെൺകുട്ടികളെ പോലും തളർത്തുന്ന ഈ ക്രൂരൻ ഒരു ഹിന്ദു കുഞ്ഞിനെ കാഫിറായി കണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചെടുത്ത കടുത്ത അസഹിഷ്ണുതയോടെ പീഡിപ്പിച്ചപ്പോൾ അതിന് തണലൊരുക്കിയ അഖിലയും ഈ ഭീകരതയുടെ തുല്യ പങ്കാളിയാണ്. ഹൈന്ദവ കുടുംബത്തിലെ പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തി അവരുടെ ജീവിതവും കുടുംബവും തകർക്കുന്ന ആസൂത്രിത ലവ് ജിഹാദ് ശൃംഖലകൾ കേരളത്തിൽ സജീവമാണെന്ന യാഥാർത്ഥ്യം ഈ സംഭവത്തോടുകൂടി ഒരിക്കൽ കൂടി അടിവരയിടുകയാണ്. ഭർത്താവ് അഖിലിന്റെ മരണത്തിലെ ദുരൂഹതയും അതിന് തൊട്ടു പിന്നാലെ അഷ്കറിനൊപ്പം വാടക വീട്ടിലേക്ക് മാറിയ അഖിലയുടെ നടപടിയും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. പിതാവിന്റെ വീട്ടുകാർ വളർത്താൻ തയ്യാറായിട്ടും അതിന് വിട്ടുകൊടുക്കാതെ ജിഹാദിയുടെ ക്രൂരതയ്ക്കിരയാക്കാൻ കൂട്ടുനിന്ന സ്ത്രീക്ക് മാതൃത്വത്തിന്റെ യാതൊരു ആനുകൂല്യവും അർഹിക്കുന്നില്ല. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മാരക മുറിവുകളും ജനനേന്ദ്രിയത്തിൽ ആഴത്തിലുള്ള ക്ഷതങ്ങളും സിഗരറ്റ് പൊള്ളലുകളും ഏൽപ്പിച്ച് തല ഭിത്തിയിലടിച്ച് കൊലപ്പെടുത്തിയ ഈ സംഭവം ഇവിടുത്തെ ക്രമസമാധാന നിലയുടെ തകർച്ചയാണ് വിരൽ ചൂണ്ടുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള തീവ്രവാദ ചിന്താഗതിക്കാരെ കൃത്യസമയത്ത് ജയിലിലടയ്ക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുമ്പോഴാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പൈശാചികതകൾ ആവർത്തിക്കപ്പെടുന്നത്. തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പോലും യാതൊരു ഭാവഭേദവും ഇല്ലാതെ നിന്ന അഷ്കറിന്റെ മനോഭാവം കാണിക്കുന്നത് അവന് നിയമത്തിനോടോ ഇവിടുത്തെ വ്യവസ്ഥിതിയോടോ യാതൊരു ഭയവുമില്ല എന്നതാണ്. നിയമം അതിന്റെ വഴിക്ക് പോകുന്ന ദുർബലമായ വാദങ്ങൾ കൊണ്ട് മാത്രം ഈ ജിഹാദി ക്രൂരതകളെ അടിച്ചമർത്താൻ കഴിയില്ല. ഇവറ്റകൾക്കെതിരെ കർശനവും മാതൃകാപരവുമായ ശിക്ഷാ നടപടികൾ ഉടനടി നടപ്പിലാക്കുകയാണ് വേണ്ടുന്നത്. അമ്മ എന്ന പദവിയെ അങ്ങേയറ്റം അപമാനിച്ച അഖിലയും കടുത്ത മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച അഷ്കറും സമൂഹത്തിന് വൻ ഭീഷണി ഉയർത്തുന്ന വിഷപ്പാമ്പുകളാണ്. കുഞ്ഞ് നിരന്തരം മർദ്ദനത്തിന് ഇരയാകുമ്പോഴും നൃത്ത പരിപാടികളുമായി നടക്കുകയും അഷ്കറിന്റെ പീഡന മുറകൾക്ക് മൗനാനുവാദം നൽകുകയും ചെയ്ത അഖില ഒരു രാക്ഷസിയെ പോലെയാണ് പെരുമാറിയത്. ഇത്തരം ക്രൂരതകൾക്കെതിരെ പൊതുസമൂഹം സ്വയം പ്രതിരോധം തീർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങൾ പോലീസിന്റെ മുന്നിൽ വെച്ച് പ്രതിയെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോടുള്ള അവിശ്വാസവും കടുത്ത ജനരോഷവും കാരണമാണ്. ജിഹാദി ഭീകരതയ്ക്കും മാതൃദ്രോഹികൾക്കുമെതിരെ നിയമപരമായ എല്ലാ വഴികളും ഉപയോഗിച്ച് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നാം മുന്നിട്ടിറങ്ങണം. ഭർത്താവ് അഖിലിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ചും ഈ ദമ്പതികളുടെ സാമ്പത്തിക മതപരമായ ഇടപാടുകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം NIA പോലുള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രാദേശിക പോലീസിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് ഈ കേസ് മാറ്റിയില്ല എങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദത്താൽ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. കേരള മനസാക്ഷിയെ വെല്ലുവിളിച്ച ഈ കൊലപാതകത്തിൽ പങ്കാളിയായ മാതൃരാക്ഷസി അഖിലയ്ക്കും ജിഹാദി ഭീകരൻ അഷ്കറിനും നിയമം നൽകുന്ന പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട്. ലവ് ജിഹാദ്, തീവ്ര ഇസ്ലാമിക ചിന്താഗതികൾ, മുൻ ഭർത്താവ് അഖിലിന്റെ മരണം എന്നിവയെല്ലാം കൃത്യമായി അന്വേഷിച്ച് ഈ പൈശാചിക കൂട്ടുകെട്ടിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.